ഈ വീഡിയോ കാണുന്ന കൂട്ടുകാരിൽ ആരെങ്കിലും 10th 11th 12th ബോർഡ് എക്സാംസ് എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള വീഡിയോ ആണ് ഇത്. കാരണം ഞാൻ ഇതിൽ ഒരു ടൈം ടേബിൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതാണ് വീഡിയോ ആയിട്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങൾക്ക് മാറ്റിയും അത് ഫോളോ ചെയ്യാവുന്നതാണ്. ആദ്യം ഞാനൊരു ടൈം ടേബിൾ എന്ന് വെച്ചാൽ എന്താണെന്ന് പറയാം. ടൈം ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഷെഡ്യൂളാണ്, ഒരു ഡിസിപ്ലിൻഡായ ലൈഫ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഷെഡ്യൂൾ. അങ്ങനെ ഫോളോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അത് പഠിച്ചെടുക്കാൻ കഴിയും. സോ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇത്. സോ സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണാൻ നോക്കാം. നമ്പർ 1, സീ ഹൗ യു സ്പെൻഡ് യുവർ ടൈം ഡെയിലി. എങ്ങനെയാണ് ഒരു ദിവസത്തെ സമയം നിങ്ങൾ യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ തന്നെ ശ്രദ്ധിച്ച് നോക്കുക. വീഡിയോ ഗെയിംസിലും സോഷ്യൽ മീഡിയയിലാണോ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത് നോക്കുക. ടിപ്പ് നമ്പർ 2 ഈസ് കളക്ട് ഓൾ ദി ഇൻഫർമേഷൻ യു ക്യാൻ അബൌട്ട് യുവർ ക്ലാസ്. ക്ലാസ്സിലുള്ള നോട്ട്സും അസൈൻമെൻറ്റ്സും എല്ലാ ഇൻഫർമേഷൻസും ടിപ്പ് നമ്പർ 3 ഈസ് ഡിസൈഡ് വിച്ച് ടൈം ആർ ഓപ്റ്റിമൽ ഫോർ സ്റ്റഡിങ്. ഏത് സമയമാണ് നിങ്ങൾക്ക് ഒരു ദിവസം കറക്റ്റായിട്ടിരിക്കുക, കുറേ പഠിക്കാൻ പറ്റുക എന്ന് ഡിസൈഡ് ചെയ്യുക. അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. നെക്സ്റ്റ് വൺ ഈസ് ചൂസ് എ ടൈം ടേബിൾ ടെംപ്ലേറ്റ് യു വിൽ യൂസ് എവറി വീക്ക്. ഒരു ടൈം ടേബിൾ ടെംപ്ലേറ്റ് ചൂസ് ചെയ്യുക, അതിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് നമ്പർ 5 ഈസ് ബ്ലോക്ക് യുവർ സ്റ്റഡി ടൈംസ്. നിങ്ങൾ പഠിക്കുന്ന സമയം 1 മണിക്കൂർ 2 മണിക്കൂർ ഇങ്ങനെ ബ്ലോക്ക് ചെയ്ത് പഠിക്കുക. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബോർ പഠിക്കത്തില്ല, നിങ്ങൾക്ക് കുറേ സബ്ജക്ട്സ് പഠിക്കാനൊക്കെ കഴിയുന്നതാണ്. അതുകൊണ്ട് ബ്ലോക്ക് ചെയ്ത് പഠിക്കാൻ നോക്കുക. Number 6 is schedule a time for breaks. It means 1 hour or 45 minutes പഠിച്ചിട്ട് നിങ്ങൾക്ക് ഒരു 15 minutes or 5 minutes ബ്രേക്ക് എടുക്കാം. ആ സമയത്ത് നിങ്ങൾ TV, ഫോൺ അങ്ങനത്തെ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സിൽ നിന്നൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് യോഗ ഇല്ലെങ്കിൽ ചെറിയ നാപ്സ്, എക്സസൈസ് ഇല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ഹെൽപ്പൊക്കെ ചെയ്യാനൊക്കെ പോകാം. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ബോറിംഗ് ആവും ഇരിക്കത്തില്ല, മൈൻഡും ഭയങ്കര ആക്റ്റീവായിട്ട് ഇരിക്കും. ടിപ്പ് നമ്പർ 7 is schedule multiple subjects during each sessions. ഒരു ദിവസം ഒരു സബ്ജക്റ്റ് തന്നെ പഠിക്കാതെ 1 hour മാത്സ്, 1 hour സയൻസ്, 1 hour സോഷ്യൽ അങ്ങനെയൊക്കെ പഠിച്ചാൽ നിങ്ങൾക്ക് പല സബ്ജക്ട്സ് പഠിച്ച പോലെയും ഇരിക്കും, കുറച്ച് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത പോലെയും ഇരിക്കും, കൂടുതൽ ബോറിംഗ് ആയിട്ടും ഇരിക്കത്തില്ല. ഷെഡ്യൂൾ 8 is relax whenever you make any tiny slip ups. ഒരു ദിവസം നിങ്ങൾക്ക് എല്ലാ ദിവസത്തെയും പോലെ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും വിഷമിക്കേണ്ട, അത് കുഴപ്പമില്ല. നെക്സ്റ്റ് ഡേ നിങ്ങൾക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. Tip number 9 is revise your timetable. You need to adjust your time schedule. നിങ്ങൾക്ക് ടൈം ടേബിൾ കറക്റ്റ് അല്ല, നിങ്ങൾക്കത് അഡ്ജസ്റ്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കുക. നിങ്ങളുടെ സമയത്തിനനുസരിച്ച്, വീട്ടിലൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളാണെങ്കിൽ സമയത്തിനനുസരിച്ച് മാറ്റാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് നോക്കുക. പബ്ലിക് എക്സാം ഒക്കെ എഴുതുന്നവരാണെങ്കിൽ അല്ലെങ്കിൽ വേറെ ചെറിയ എക്സാംസ് ഒക്കെ എഴുതുന്നു, ഇപ്പോൾ ക്വാർട്ടർലി, ഹാഫർലി ഒക്കെ എഴുതുന്ന കുട്ടികൾക്കും ഇത് നല്ലത് തന്നെയാണ്. ഇപ്പോൾ വീട്ടിലൊക്കെ ജോലി ചെയ്യുന്ന കുട്ടികളുണ്ടല്ലോ, ഹൗസ് ഹോൾഡ് വർക്ക്സും പിന്നെ പഠിത്തവും എല്ലാം കൂടെ ചേരുന്നവർ, അവരുടെ അനുസരിച്ച് അവർക്ക് ഈ ടൈം ടേബിൾ ഫിൽ ചെയ്യാം, നന്നായിട്ട് അവർക്ക് മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. സോ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ്.